നല്ല ക്രിസ്പി ആയിട്ടുള്ള ആലങ്ങ തയ്യാറാക്കാം. പണ്ട് മുതലേ പ്രസവാനന്തരം സ്ത്രീകൾക്ക് പല്ലുറയ്ക്കാനെന്നും പറഞ്ഞ് മഞ്ഞൾ അധികം ചേർത്തുണ്ടാക്കുന്ന സാധനമാണിത്. 4 ഗ്ലാസ് അരിപ്പൊടി എടുക്കുന്നുണ്ട്. 4 ആയാലും മെനക്കേട്. കുറച്ചധികം ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം വാതോരാതെ ചവച്ചോണ്ടിരിക്കാലോ. ജാറിലേക്ക് 2 ടീസ്പൂൺ അയമോദകം അഥവാ കായച്ചരക്കും 15ഓളം ഏലക്കയും ചേർത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് മാവിലേക്ക് ചേർക്കാം. മഞ്ഞൾപ്പൊടി കുറച്ച് അധികം വേണം. 3 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാവുന്നതാണ്. ഇത്ര പരിപാടി കഴിഞ്ഞാൽ മാവിന്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനി ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ ഒന്നും ചേർക്കത്തില്ല. 600 ഗ്രാം ശർക്കര നെവക്ക വെള്ളം ഒഴിച്ച് അലിയിച്ച് ആലങ്ങയുടെ മാവ് കിണ്ടാനുള്ള പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. ഈ പ്രക്രിയയിലൂടെ ശർക്കരയുടെ കല്ലും നെല്ലും നമുക്ക് ഉന്മൂലനം ചെയ്യാൻ സാധിക്കും. ശർക്കര പാനി മാത്രം എന്തായാലും മാവ് കിണ്ടാൻ പോരാതെ വരും. സോ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് വെട്ടിത്തിളപ്പിക്കാം. നല്ലോണം തിളച്ചാൽ വലിയൊരു തേങ്ങ കുനുകുനാന്നരിഞ്ഞത് പാനിലേക്ക് ചേർക്കാം. മാവ് കിണ്ടുന്ന നേരത്ത് എക്സ്ട്രാ തിളച്ച വെള്ളം കരുതണം. എങ്കിലേ കിണ്ടുന്ന നേരത്ത് വെള്ളം തികയാതെ വന്നു കഴിഞ്ഞാൽ എക്സ്ട്രാ ഒഴിച്ച് കിണ്ടാനായിട്ട് പറ്റും. വെട്ടിത്തിളച്ച പാനിവെള്ളത്തിലേക്ക് മാവിട്ട് കിണ്ടണം. ഈ സമയം സ്റ്റവ് ഓഫ് ആക്കണം. പോരാതെ വന്നാൽ എക്സ്ട്രാ തിളച്ച വെള്ളം ഒഴിച്ച് കിണ്ടി കുറേശ്ശെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ച് ആ ചൂടത്ത് തന്നെ കുഴച്ച് ഉരുളകളാക്കി മാറ്റിവെക്കാം. ഇനിയാണ് വീട്ടിലെ കുഞ്ഞുകുട്ടി പരാതികളെ ആവശ്യമായിട്ട് വരിക. ഉണ്ട ഉരുട്ടി വെച്ചിരിക്കുന്ന ഇത്രയും മാവ് കുനുകുന ഉരുട്ടി എടുക്കണം. ആലങ്ങയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പണി. ഉണ്ട ഉരുട്ടൽ വലുതും ചെറുതുമായി വീട്ടിലെ എല്ലാ പാരസൈറ്റുകളെയും രംഗത്തേക്ക് ഇറക്കി ഉരുട്ടിക്കാവുന്നതാണ്. ഓരോ പാത്രവും നിറഞ്ഞു കവിഞ്ഞു വന്നു കഴിഞ്ഞാൽ തിളച്ച എണ്ണയിലേക്ക് നുള്ളിപ്പറക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ പൊരിച്ചു കോരണം. പിന്നെ എനിക്ക് നല്ല കറുമുറ തിന്നാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇത്തിരി മൂപ്പിച്ചാണ് എല്ലാ ആലങ്ങയും കോരുന്നത്. ഇത്രയും ക്രിസ്പിനെസ് വേണ്ടാത്തവർക്കും പല്ലില്ലാത്തവർക്കും കുറച്ചുകൂടെ മുന്നേ തന്നെ വറുത്ത് കോരി എടുക്കാവുന്നതാണ്. തണുത്തതിന് ശേഷം മാത്രം കുപ്പിയിലടച്ച് സൂക്ഷിക്കാം. പക്ഷെ കുപ്പിയിലടച്ച് സൂക്ഷിക്കുന്ന നേരത്ത് നമ്മൾ ഉണ്ടാക്കിയതിന്റെ പകുതി മാത്രമേ കാണൂ, ബാക്കിയെല്ലാം ഉള്ളിലായിരിക്കും.